ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസന്ത്. ഇന്നത്തെ വീഡിയോ ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഹോം റെമഡീസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഗർഭിണികൾക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഛർദിൽ, അതുപോലെ തന്നെ ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷണൽ ഇഷ്യൂസ്, അതായത് മലബന്ധം, അതുപോലെ തന്നെ രക്തക്കുറവ്, ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് സഹായകരമായിട്ടുള്ള ആയുർവേദ മെഡിസിൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹോം റെമഡീസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ ഗർഭിണി ഛർദി അല്ലെങ്കിൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് ഫസ്റ്റ് 12 വീക്സിൽ സാധാരണയായിട്ട് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഛർദിലിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണ്, മെഡിസിൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡി എന്ന് പറയുന്നത് ലാജ അല്ലെങ്കിൽ മലര് വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഛർദിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇൻഡൈജഷൻ അല്ലെങ്കിൽ നമുക്ക് ദഹനക്കുറവ്, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, അരുചി, ഒട്ടും കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. ആഹാരം കഴിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നമുക്ക് ഈ തുടർച്ച വരുന്ന ഛർദിൽ കാരണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഈ മലരിഞ്ചി ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. മലരിഞ്ചി ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ച് നോക്കാം. ഗർഭിണി ഛർദിയിൽ പ്രധാനമായിട്ടും ഇൻഡിക്കേഷൻ വരുന്ന ഒരു മരുന്നാണ് ലാജ അല്ലെങ്കിൽ മലർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മലരിഞ്ചി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച മലരാണ്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നെയ്യിൽ വരട്ടിയെടുത്തതായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇനി വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കൽക്കണ്ടവും അല്ലെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു നൂൽപാകം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് ഈ ഇഞ്ചി കഷ്ണങ്ങളും കൂടെ അതിനകത്ത് ഇട്ട് നൂൽപാകമാക്കി എടുക്കണം. അതിൽ നൂൽപാകം എന്ന് പറയുന്നത് നമ്മുടെ വിരലുകൾക്കിടയിൽ നമുക്കൊരു നൂല് പോലെ കിട്ടണം. ഒരു നൂല് പോലെ ഫോം ചെയ്യുന്നതിനെയാണ് നൂൽപാകം എന്ന് പറയുന്നത്. ആ ഒരു കുറുകിയ ഫോമിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് പൊടിച്ച മലരും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതൊരു ഗ്രാന്യൂൾസ് ഫോമിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഒരു സ്നാക്കായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഗർഭിണികൾക്കും ഛർദിയിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും നമുക്ക് ഇതൊരു സ്നാക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. രക്തക്കുറവുള്ള ഗർഭിണികൾക്ക് നമുക്ക് ഹോം റെമഡീസ് അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഖർജൂരാതി മന്ദമാണ്. ഇതിൽ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. സീഡ്ലെസ് ആയിട്ടുള്ള ഡേറ്റ്സ് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതുപോലെ തന്നെ ഡ്രൈ ഗ്രേപ്പ് റെസിൻസ്, അതായത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, ഉണങ്ങിയ കറുത്ത മുന്തിരിങ്ങ നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക തലേന്ന് തന്നെ. അടുത്ത ദിവസം നമുക്ക് ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിത് മിക്സിയിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് അടിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പോംഗ്രാനൈറ്റിൻ്റെ അല്ലികളും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുടിക്കുന്നത് നമ്മുടെ രക്തക്കുറവ് പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ആയുർവേദ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഡാഡിമാതി ഘൃതമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് ആണ്. അത് നമ്മുടെ ഇതുപോലെ അനീമിയ ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് കൊടുക്കാവുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഗർഭിണി വിബന്ധം അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷണൽ ഇഷ്യൂസ്, അതായത് മലബന്ധം പോലുള്ള ഇഷ്യൂസിന് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസാണ് അവൈലബിളിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഡ്രൈ ഗ്രേപ്പ് റെസിൻസ് ആണ്. അതായത് കറുത്ത ഉണക്ക മുന്തിരിങ്ങയാണ്. അത് നമുക്ക് തലേന്ന് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം അതിൻ്റെ വെള്ളം നമ്മൾ അരിച്ച് കളഞ്ഞിട്ട് ഇത് വെറും വയറ്റിൽ നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നതോടെ നമ്മുടെ നല്ലൊരു ലാക്സേറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മലം ലൂസായിട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള ഹോം റെമഡീസ്. അതുപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. ദ്രാക്ഷാദി അവലേഹം കണക്കത്തുള്ള ലേഹ്യങ്ങൾ അവൈലബിൾ ആണ്. ഇതിൽ എല്ലാം മുന്തിരിങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദ മെഡിസിൻസ് നിങ്ങളുടെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അനുസരിച്ച് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന അർശസ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് ജാത്യാധികൃതത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. എക്സ്റ്റേണലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നെയ് ഫോമിൽ കിട്ടുന്ന ഒരു മെഡിസിനാണ് ജാത്യാധികൃതം. ഇത് നമുക്ക് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് മൂലം അർശസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ ഫിഷേഴ്സ് പോലുള്ള പ്രോബ്ലംസിന് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.